ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഫിസിക്സിൽ, ജനറൽ സയൻസ് ഫിസിക്സിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിനു മുന്നേ ചെയ്ത വീഡിയോസ് ഒക്കെ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ലെവൽ 1, 2, 3, 4 വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വരും ജനറൽ സയൻസ് ഫിസിക്സിൽ. അപ്പം നമ്മൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മനുഷ്യനാണ് തെറ്റുകൾ പറ്റാം. അപ്പം ഞാൻ ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 1 ആണെങ്കിൽ 2, 3, 4 ഒക്കെ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നതാണ്. അതിൽ കുറച്ച് സെക്ഷനിൽ മാത്രം നമ്മൾ ANS കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്. എന്തായാലും ഇപ്പൊ ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നമ്മൾ ഇതുവരെ ക്ലാസ് എടുത്തതാണെങ്കിലും ടിക്ക് ചെയ്തേക്കുന്നതാണെങ്കിലും ഒക്കെ ഒരുപക്ഷെ തെറ്റുകൾ സംഭവിക്കാം. കൂടുതലും ക്ലാസ് എടുത്തേക്കണതിൽ എനിക്കറിയില്ല, തെറ്റ് ഒരുപക്ഷെ സാധ്യത കുറവായിരിക്കും. എന്നാലും ഒരുപക്ഷെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നും കൂടി പറയേണ്ടി വരും. പക്ഷെ നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കണതിലൊക്കെ തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ടും തെറ്റ് വരും എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു രീതിയിലുള്ള വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ലെവൽ 1, 2, 3, 4 വരെ ഇതുപോലെ ഈ രീതിക്ക് അങ്ങ് വീഡിയോ എടുക്കും. ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ലാസ്റ്റ് ഇതിന്റെ അവസാന ഭാഗത്താണ് ഇതിന്റെ ആൻസർ കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അത് ഇപ്പൊ നമ്മൾ ടിക്ക് ചെയ്തേക്കണ പോലെ അല്ല, നല്ലപോലെ വിശ്വാസ്യതയും കാര്യങ്ങളും ഉണ്ടാവും ആൻസറിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്, കുറച്ച് മാത്രം നമ്മൾ കാണിക്കുന്നുള്ളൂ, സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ. ഇതാണ് ആൻസർ ലെവൽ 1ന്റെ. ഇത് ബാലൻസ് ഭാഗമാണ്. നമ്മൾ ഒരിക്കൽ കൂടി എന്തായാലും വീഡിയോയില് നമ്മൾ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കും ലാസ്റ്റ് ഭാഗത്ത്. ഇതൊക്കെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ടിക്ക് ചെയ്തേണ്ടി വരുന്നത്. കാരണം നമുക്ക് കംഫർട്ടബിൾ അല്ല, നമുക്ക് ഇത് ഓരോന്നും എടുത്തു പറയാന്ന് വെച്ചാൽ കംഫർട്ടബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മളിത് ടിക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ ടിക്ക് ചെയ്ത് പോകുന്നതിൽ മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ, ചാൻസസും കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ക്ലാസ് അല്ലാണ്ട് നമ്മൾ മൊത്തം ഈ ക്വസ്റ്റ്യൻസും നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ട പോലെ നമ്മൾ ചെയ്തു പോകും വീഡിയോയിൽ. അതിനുശേഷം ലാസ്റ്റ് ഈ ആൻസറും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കും. ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ചാൽ തെറ്റുകൾ ഇവിടെ നിന്ന് അങ്ങ് നോക്കി പോകുമ്പോഴൊക്കെ എൻ്റെ ഭാഗത്തു നിന്നൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആൻസർ ചെയ്തതിലാണ് തെറ്റ് പറ്റിയേക്കുന്നത്. അപ്പൊ ഇതാവുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് വിശ്വാസത്തോടുകൂടി തന്നെ ഈ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യാം. ഇത് കറക്റ്റ് ആൻസർ ആണ് കൊടുത്തേക്കുന്നത്. ഇനി പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ എന്താ പറയാ കറക്റ്റ് ആൻസർ തന്നെയാണ്. എല്ലാം കൊണ്ടും തെറ്റുകൾ വരാൻ സാധ്യതയില്ല. കാരണം ഇത് അത്ര സ്റ്റാൻഡേർഡ് ബുക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് ഇപ്പൊ ഫസ്റ്റ് തുടക്കം നമ്മൾ ജസ്റ്റ് പറയും, പിന്നെ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പറയുള്ളൂ. ബാക്കി നമ്മൾ മൗനമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കൂടുതലും. ജസ്റ്റ് പേരിന് മാത്രം എന്തെങ്കിലും പറയുള്ളൂ. അപ്പൊ അത് കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണ കാര്യമൊക്കെ എന്താണ്, എവിടെയാണ്, എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോകാറുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇങ്ങനത്തെ രീതിയിൽ വീഡിയോ ചെയ്യാൻ വെച്ചത്. ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ, അതിന്റെ ആദ്യമായിട്ടൊന്നും അല്ല. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ജനറൽ സയൻസ് ഫിസിക്സിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 1, ജനറൽ സയൻസ് ഫിസിക്സിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 1. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയണ മാത്രം നോക്കി പോകരുത്. നമ്മൾ ജസ്റ്റ് പേരിന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ഒറിജിനൽ ആൻസേഴ്സ് കാണിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ടിക്ക് ചെയ്തേക്കുന്നത് മാത്രം നോക്കി പോകരുത് എന്നുള്ള ദയവേത് ഞാൻ പറയാണ്. ലാസ്റ്റ് ഭാഗം എന്തായാലും നോക്കിയിരിക്കണം, എന്നാലേ നമുക്ക്
കറക്റ്റായിട്ട് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കാര്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ എനിക്ക് പറയാൻ സൗകര്യത്തിന് വേണ്ടിയാണല്ലോ ഇങ്ങനെ ചെയ്തേക്കുന്നത്, ടിക്ക് ചെയ്തേക്കുന്നതൊക്കെ. അപ്പം ഞാൻ ആ പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞെന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും തെറ്റായിട്ടുള്ള ആൻസറും കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തേക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. കാരണം വീഡിയോസൊക്കെ എവിടെ നിന്ന് കാണുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ നിന്ന് വേണമെങ്കിൽ വീഡിയോസൊക്കെ നോക്കാം. ഒരുപക്ഷെ സെൻറ്ററിൽ നിന്നും ലാസ്റ്റ് ഭാഗത്തു നിന്നൊക്കെ നോക്കാം. അത് ഓരോരുത്തർ ഇഷ്ടമാണ്, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം ആരിലേക്കും തെറ്റായിട്ടുള്ളൊരു അറിവ് കൊടുക്കരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ലെവൽ 1 ആണ് തുടങ്ങുന്നത്. ഞാൻ വീഡിയോ നമ്മൾ ഈ രീതിയിലല്ല ചെയ്യുന്നത്. നമ്മൾ ഫോണൊന്ന് സാധാരണ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ആയിരിക്കും കുറച്ചും കൂടി സൗകര്യം. ക്യാമറയുടെ ക്ലാരിറ്റി പോവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പോയി കഴിഞ്ഞാൽ വീണ്ടും എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. Level 1. A block of wood is floating in a lake. The apparent weight of the floating block is S0. B equal to its true weight. C more than its true weight. D less than its true weight. Answer A0. A block of wood is floating in a lake. The apparent weight of the floating block is S0. B equal to its true weight. C more than its true weight. D less than its true weight. Answer A0. ഇനിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ് വീഡിയോയിൽ. A unit for expressing astronomical distances is A astronomical unit, B kilometer, C nautical mile, D light year. Answer D light year. 27. A unit for expressing astronomical distances is A astronomical unit, B kilometer, C nautical mile, D light year. Answer D light year. 28. Unit of energy is the same as that of A work, B power, C force, D acceleration. Answer A work.
51 during resting. A. Iron gains weight. B. Iron loses weight. C. The weight of iron remains unchanged. D. Iron volatilizes. Answer A. Iron gains weight. '84. Pick out the vector quantity. A. Energy. B. Angular momentum. C. Angle. D. Torque. Answer B. Angular momentum. Answer D. Torque. Answer B. Angular momentum. Answer D. Torque. അപ്പോൾ ആൻസർ ആംഗുലർ മൊമെന്റം ബി. ആംഗുലർ മൊമെന്റം ഡി. ടോർക്യൂ.
135. The velocity of sound is maximum in A gas, B a liquid, C a solid, D none of the above. Answer C a solid. സോറി, എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെന്നിപ്പോയി. Transformer is based upon the principle of A. Self-induction, B. Mutual induction, C. ED current, D. None of this. Answer B. Mutual induction. 142. Transformers are used in A. DC circuits alone, B. AC circuit alone, C. Both AC and DC circuits, D. Integrated circuits. Answer B. AC circuit alone. Which is the smallest constellation? A. Crux Australis, B. Cephus, C. Apus, D. Corona Borealis. Answer A. Crux Australis. Answer A. Crux Australis. 163. Which of the following is a good conductor of heat but bad conductor of electricity? A. Asbestos, B. Celluloid, C. Pertex, D. Mica. Answer D. Mica. ഇനി ഞാൻ ജസ്റ്റ് ഈ ലെവൽ 1ന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ അല്ല, ഒറിജിനൽ ആൻസേഴ്സ് കാണിക്കണം. വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ക്ലാരിറ്റി പോയാലും പ്രശ്നമില്ല, കാരണം നിങ്ങളെ ആൻസർ ഞാൻ കറക്റ്റായിട്ട് തന്നെ വ്യക്തമായിട്ടും വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഇതൊരു പക്ഷേ നമ്മൾ ലെവൽ 3 ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി പോകും ക്യാമറയുടെ. അപ്പോൾ ഇതിന് മുന്നൊക്കെ അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞൊക്കെ അവസാനിപ്പിക്കണം ചെയ്തതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വെച്ചാൽ ആൻസർ അങ്ങോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ക്യാമറ ക്ലാരിറ്റി പോയാലും പ്രശ്നമില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും, അങ്ങനെ വിചാരിച്ചേക്കുന്നത്. അല്ലാതെ നമുക്ക് ഓരോ പ്രാവശ്യം വീഡിയോ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. ഇപ്പൊ തന്നെ ഒരു അരമണിക്കൂറോളം ഏകദേശം കഴിഞ്ഞെന്ന് പറയാം നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഏത് നേരവും ഡിലീറ്റ് ചെയ്യൽ നടക്കില്ല. അപ്പം നമുക്ക് നോക്കാം ലെവൽ 1ന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ ആൻസർ. അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക നല്ല രീതിയിൽ തന്നെ, നമ്മൾ പറഞ്ഞതും ഈ ആൻസറും കാര്യങ്ങളൊക്കെ. ഞാൻ ടോട്ടലി അങ്ങ് കാണിക്കുന്ന വീഡിയോയിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ അത് കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്നും കാണിച്ചത്. ഇതിപ്പോൾ കറക്റ്റ് നമ്മൾ ക്യാമറയുടെ ക്ലാരിറ്റി എങ്ങാനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലെവൽ 1 മാത്രം കാണിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ലെവൽ 3 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ക്യാമറ ക്ലാരിറ്റി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെവൽ 4 വരെ നമ്മൾ ഒറിജിനൽ ആൻസേഴ്സ് വീഡിയോയിൽ കാണിക്കണം. ആൻസേഴ്സ് ലെവൽ 1.
നോർമലി നമുക്ക് വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ഇപ്പം ഈ കാണിക്കുന്ന ഈ ആൻസേഴ്സ് ലെവൽ 1 2 3 4 നമ്മൾ വീണ്ടും കാണിക്കും. നമുക്കൊരു ക്ലാരിറ്റി, ക്യാമറ ക്ലാരിറ്റിയിൽ ഭയങ്കര എന്താ പറയുക ചോദിച്ചിന്നാണ് ക്യാമറ ക്ലാരിറ്റി ചില സമയത്തൊക്കെ. അതുകൊണ്ടാണ് ഈ രീതിക്ക് അങ്ങ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ലെവൽ 2 ആണ് ഇനി നമ്മളിപ്പോൾ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ലെവൽ 1. ഇത് ലെവൽ 3 ആണ് കേട്ടോ. ലെവൽ 3 നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. ലെവൽ 2 ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്ന് ചെയ്യണമെന്നുള്ളൂ. ലെവൽ 4 25 ക്വസ്റ്റ്യനുള്ള അങ്ങനെ നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഗാലറിയിലായിട്ട് ചെയ്ത് വെച്ചേക്കാണ്. ലെവൽ 4 ഇനി ലെവൽ 2 ആണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കണം. ലെവൽ 2. 1. A ball is moving with a speed v towards north. Collides with an identical ball moving with the same speed towards east. After the collision, the two balls stick together and move towards northeast. The speed of the combination is a v, b v, c v, d v by 2. Answer C v. Answer C v. A ball is moving with a speed v towards north. Collides with an identical ball moving with the same speed towards east. After the collision, the two balls stick together and move towards north east. The speed of the combination is a v, b v, c v, d v by 2. Answer C v. A circular metallic disc has a circular hole at its center. When the disc is heated, the diameter of the hole A decreases, B increases, C decreases at first and then increases, D remains unchanged. Answer B increases.
28. A plant with green leaves placed in red light will appear A. Black, B. Green, C. Red, D. Violet. Answer A. Black. ഇത് ഞാൻ ഒരിക്കൽ കൂടി കാണിക്കണം. ലെവൽ 2 33 മുതൽ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറയാൻ വെച്ച കാര്യം അതാണ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നതാണ്. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 33 മുതൽ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കുകയാണ്, കാരണം അല്ലെങ്കിൽ മറന്നുപോയതാണ്. ഇപ്പം ഇതിൽ 33 നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 33 ഞാൻ തെറ്റായിട്ട് അടയാളപ്പെടുത്തിയതാണ് ബിയും സിയും ഒക്കെ. അത് നമ്മൾ തിക്കാണ് ചെയ്തിരുന്നത്, നമ്മൾ വെട്ടിയിടാണ് ചെയ്തത്. അപ്പൊ അത് തെറ്റാണ്. ഇതിലെ ആൻസർ കറക്റ്റ് വരുന്നത് ANS എന്ന് ചെയ്തേക്കുന്നതാണ്. എന്ന് വെച്ചാൽ സർഫേസ് ടെൻഷൻ എന്നുള്ളത് ANS ആണ് ഇവിടെയൊക്കെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി അത് നമ്മൾ എന്താ പറയാ, നമ്മളത് വെട്ടിക്കളഞ്ഞേക്കുന്നതാണ്. ആദ്യം നമ്മളത് ശരിയാന്ന് വിചാരിച്ച് ടിക്ക് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മളത് വെട്ടിട്ട് കളഞ്ഞു. അതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പൊ ANS എന്നുള്ളത് കറക്റ്റ് ആൻസർ. അത്രേ ഉള്ളൂ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ANS എന്നുള്ളത് കറക്റ്റ് ആൻസർ. ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ ഇത് മൊത്തം വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ ആഗ്രഹിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ തെറ്റുകൾ സ്വാഭാവികമാണ്. എന്ത് തന്നെയായാലും ഒരുപക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെ വരാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. പഠിക്കലും അതുപോലെ തന്നെ ആൻസർ കണ്ടെത്തുന്നതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് അങ്ങ് ചെയ്യുന്നത്. 34. A sudden fall in a barometer reading indicates A. Clear weather, B. Hailstorm, C. Storm, D. Heavy rainfall. Answer C. Storm. Answer C. Storm. A sudden fall in a barometer reading indicates A. Clear weather, B. Hailstorm, C. Storm, D. Heavy rainfall. Answer C. Storm. ഇതൊക്കെ അങ്ങനെ തന്നെ വന്നേക്കുന്നതാണ്. എല്ലാം കുറെ നമുക്ക് തിരുത്തേണ്ടതായിട്ട് വന്നു, ഇരട്ടിപ്പണി ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയതാണ്. അതൊക്കെ നമുക്ക് ക്ഷമിക്കണം എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്തിരുന്നു. ഇതിലെ ഈ 47 ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വായിക്കാണ്. ഡി ബ്രോഗിലി ഇക്വേഷൻ ഈസ് A. H/mv equal lambda, B. E1 minus E2 equal HV, C equal lambda V, D. N lambda equal 20D sin theta. 47. The Broglie equation is A. H/m equal lambda, B. E1 minus E2 equal HV, C equal lambda V, D. N lambda equal 2D sin theta. Answer A. H/mv minus answer A. H/mv equal lambda
Answer A, H/mv equal lambda. The Broglie equation is A, H/mv equal lambda. B, E1 minus E2 equal HV. C, C equal lambda V. D, N lambda equal 2D sin theta. ഞാൻ എന്താന്ന് വെച്ചാൽ ഇത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഈ ലാബണ്ട എന്നുള്ള ഈ സൈൻ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണിത്. എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമ്മളതൊക്കെ അറിയില്ല എന്നുള്ള രീതിയിൽ വിട്ടുകളയാണ് ചെയ്തത്. അപ്പൊ നമുക്കത് അറിയാൻ പറ്റി. അപ്പൊ ലാബണ്ട എന്നാണ് ഈ സൈനിനെ പറയണമെന്നുള്ള മനസ്സിലായതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ കാരണം. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാറില്ല. കാരണം നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുന്നവരുടെ സമയത്തിനും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ തെറ്റായ രീതിയിൽ വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് അതൊക്കെ ഒഴിവാക്കുന്നത്. സംസാരങ്ങളായാലും എന്ത് കാര്യമാണെങ്കിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് അല്ല, ഉത്തരം കറക്റ്റ് അല്ല എന്ന് തോന്നണമെങ്കിൽ നമ്മൾ അത് ഭയങ്കരമായിട്ട് എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനത്തെ രീതിയിലുള്ള സംസാരത്തിൽ നമ്മൾ ക്ലാസ് എടുത്താൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ നമ്പറുകൾ സൈനുകളൊക്കെ വരുമ്പോൾ വീഡിയോയിലെ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോകാറുണ്ട്. കാരണം എല്ലാവർക്കും കംഫർട്ടബിൾ അതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുകയാണ്, ആ പഠിക്കുന്ന ടൈമിൽ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ആൻസേഴ്സ് ആണ് കൊടുക്കണമെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായിരിക്കും ആ വ്യക്തിനോട് ചെയ്യുന്ന എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നമ്മളതൊക്കെ പറഞ്ഞു പോയിരുന്നു. ഈ എന്താ പറയുക, ഈ സൈൻ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമ്മളിത് പറയാതെ പോയിട്ടുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ലാബണ്ട എന്നുള്ള ടൈപ്പ് ചെയ്ത് ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് വീഡിയോ ചെയ്തപ്പോഴും ഈ ലെവൽ 2 എന്നുള്ളത് നമ്മൾ ഈ 47 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലാബണ്ട എന്നുള്ള ടൈപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ദയവായി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതുകൂടാണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോയെന്ന് ഒരു പക്ഷേ എനിക്ക് വേറെ എവിടേക്കോ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. പറയാന്ന് വെച്ചാൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഈ സൈൻ നമ്മൾ വിട്ടുകളയാണ് ചെയ്യാറുള്ളത്. അപ്പൊ എവിടെയാണെങ്കിലും ഈ സൈൻ ഉള്ളിടത്തൊക്കെ നമ്മൾ ലാബണ്ട എന്നുള്ളത് നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ദയവായിട്ട്. ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത് മനസ്സിലായത്. ഇത്ര നാൾ അറിയില്ലായിരുന്നു. ഈ സൈൻ വേവ് ലെങ്ത് ആയിട്ട് റിലേറ്റഡ് ആണ് ഈ ലാബണ്ട എന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ നോക്കിയപ്പോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ മനസ്സിലായ കാര്യം. For photoelectric emission, tungsten reduces light of 2300 A if light of 1800 A wavelength is incident, then emission A takes a place, B may or may not take a place, C depends on frequency, D does not take a place. Answer A takes a place. ആൻസർ എ ടേക്സ് എ പ്ലേസ്. ഈ ക്വസ്റ്റ്യനിലും എയുടെ മുകളിൽ ഒരു സൈൻ ഉണ്ട്. ഇത് 0 പോലത്തെ ചെറിയ ഇത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ദയവേത് ക്ഷമിക്കാം. നമ്മൾ ഇതിനു മുന്നെടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ അത് കറക്റ്റ് തിരുത്തും. അത് കണ്ടെത്തിയിട്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കാലോ. ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ വിചാരിക്കുന്നത്. 54. If a pendulum clock be taken from the earth to a revolving artificial satellite, it will A run slow, B run fast, C give the same time, D stop altogether. Answer D stop altogether. If a pendulum clock be taken from the earth to a revolving artificial satellite, it will run
A. Run show. B. Run fast. C. Give the same time. D. Stop altogether. Answer D. Stop altogether. 55. If a pendulum clock be taken from the equator to the poles, it will A. Run slow. B. Run fast. C. Show the same time. D. Stop altogether. Answer B. Run fast. Answer B. Run fast. 56. If a real object is placed just inside the focal point of a diverging lens, the image is A. Virtually erect and diminished. B. Real inverted and enlarged. C. Real inverted and diminished. D. Virtual erect and enlarged. Answer A. Virtual erect and diminished. In a medium, heat flows by the actual movement of the particles of the medium. This process of heat transmission is known as A. Conduction. B. Radiation. C. Convection. D. Diffraction. Answer C. Convection. Answer C. Convection. സോറി, കുറച്ച് ഭാഗത്ത് നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഇരുട്ട് പോലെ ഉണ്ട്. ഞാൻ പോസ് ചെയ്യാൻ മറന്നുപോയതാണ്, അപ്പോൾ ദയവേത് ക്ഷമിക്കുക. അപ്പം നമുക്ക് 62 ആൻസർ സി കൺവെൻഷൻ. ANS എഴുതിയേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്, പ്രത്യേകം ഓർക്കുക. In which atmospheric layer are the communication satellites located? A. Stratosphere. B. Ionosphere. C. Troposphere. D. Exosphere. Answer B. Ionosphere. ഇതൊക്കെ ടിക്ക് ചെയ്തേക്കുന്നതാണ് കറക്റ്റ് ആൻസർ. വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലയിൽ മാത്രമാണ് ANS വന്നത്. ANS നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും കറക്റ്റായിട്ട് ആൻസർ. ടിക്ക് ചെയ്ത് മാത്രമേ ഉള്ളെങ്കിൽ ടിക്ക് ചെയ്താണ് ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ. കണ്ട, ഇതിൽ തെറ്റ് വരിട്ടുണ്ട് 69 അതുകൊണ്ട് ANS എന്നാണ് കൊടുത്തേക്കുന്നത്. Large astronomical telescopes always use as objective. A. Lens. B. Mirror. C. Combination of lenses. D. None of the above. Answer C. Combination of lenses. Answer C. Combination of lenses. ഈ 69 എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ആൻസർ നമ്മുടെ ഈ ബുക്കിൽ ഇല്ലായിരുന്നു. ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ആൻസർ സി കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്നുള്ളത് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഞാൻ ലെൻസിന്ന് തെറ്റായിട്ട് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് തെറ്റുപറ്റിയതാണ്. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളത് വെട്ടിട്ടു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ, തെറ്റ് പറ്റി പോയാണ് ആൻസർ ചെയ്യുമ്പോൾ. ഇതിൽ കറക്റ്റ് ആൻസർ സി ആണ്, കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അത് നമ്മൾ ANS ചെയ്തിട്ടുണ്ട്. ഈ ബുക്കിലെ ആൻസർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ ഇത് ഇപ്പം ഒറിജിനൽ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്ത് ഞാൻ മനസ്സിലാവും. ഞാൻ ആ ഭാഗത്ത് സിന്ന് മാർക്കർ കൊണ്ട്
എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. 69 ലാർജ് ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്സ് ഓൾവേസ് യൂസ് ആസ് ഒബ്ജക്റ്റീവ്. എ ലെൻസ്, ബി മിറർ, സി കോമ്പിനേഷൻ ഓഫ് ലെൻസസ്, ഡി നൺ ഓഫ് ദ അബവ്. ആൻസർ സി കോമ്പിനേഷൻ ഓഫ് ലെൻസസ്. നിങ്ങൾ നിങ്ങളുടെ വക ഒന്ന് ഇതൊന്ന് ചെക്ക് ചെയ്യണം. ഇത് തെറ്റ് വരാൻ സാധ്യതയില്ല, എന്നാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും. ലാർജ് ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്സ് ഓൾവേസ് യൂസ് ആസ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ആൻസർ ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി 70 ml/t-2 is the dimensional formula for a momentum of inertia. B pressure, C elasticity, D couple acting on a body. Answer D couple acting on a body. 71 ഇതുവരെയൊക്കെ ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഓർഡർ അനുസരിച്ച് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക. 74 minimum number of unequal vectors which can give 0 resultant are A 2, B 3, C 4, D more than 4. Answer B 3. The critical angle for a transport solid is 30 degree. Then its refractive index is A 2.5, B 1.8, C 1.5, D 2. Answer D 2. The frequency of vibration of a stretched string is dash its length. A directly proportional to, B inversely proportional to, C directly proportional to the square of, D independent of. Answer B inversely proportional to. 93. The frequency vibration of a stretched string is dash its length. A directly proportional to, B inversely proportional to, C directly proportional to the square of, D independent of. Answer B inversely proportional to. 95. The insulating properties of substances like mineral wool, woolen blankets, U-foam, etc. are because A. These have high density. B. These have numerous air spaces. C. This can withstand heat. D. Of all the above factors. Answer B. These have numerous air spaces. 98. The nucleus of an atom consists of A. Protons plus electrons. B. Only protons. C. Protons plus neutrons plus electrons. D. Protons and neutrons. Answer D.
protons and neutrons. Answer D, protons and neutrons. One note 7. The technique of recording and reproducing three-dimensional images of objects is known as A. Audiography, B. Photography, C. Holography, D. Lexicography. Answer C. Holography. One note 9. With increase of temperature, the frictional force acting between two surfaces, A increase, B remain the same, C decreases, D becomes zero. Answer B, remains the same. One 117. Two plane mirrors are inclined at an angle of 30 degree. The number of images produced is A7, B5, C 13, D 11. Answer D 11. One 118. Two water droplets coalesce to form a single large drop, then energy is absorbed, B energy is released, C there is no change in energy, D total masses will increase. Answer B, energy is released. 118. Two water droplets coalesces to form a single large drop, then energy is absorbed, B energy is released, C there is no change in energy, D total masses will increase. Answer B, energy is released. Answer B, energy is released. നമ്മൾ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവായി ക്ഷമിക്കുക. 118 ക്വസ്റ്റ്യൻ.
138. Which of the following waves are diffracted by an obstacle of size of 1 cm? A. Light waves, B. Sound waves, C. Ultrasonic waves, D. X-rays. Answer C. Ultrasonic waves. 140. Which part of the sun is visible during total solar eclipse? A. Corona, B. Chromosphere, C. Photosphere, D. Do not part of the sun is visible as it is completely covered by the moon. Answer A. Corona. Which part of the sun is visible during total solar eclipse? A. Corona, B. Chromosphere, C. Photosphere, D. No part of the sun is visible as it is completely covered by the moon. Answer A. Corona. നമ്മൾ ലെവൽ 2 അവസാനിച്ച് ഇനി ലെവൽ 3 ആണ് തുടങ്ങുന്നത്. അപ്പോൾ ലെവൽ 3 നോക്കാം. A 100 watt bulb is kept on for 10 H per day in September. The electrical energy consumed in that month in kilowatt hours kWh is A. 30 kWh, B. 3 kWh, C. 3000 kWh, D. 1000 kWh. Answer A. 30 kWh. A 100 watt bulb is kept on for 10 H per day in September. The electrical energy consumed in that month in kilowatt hours kWh is A. 30 kWh, B. 3 kWh, C. 3000 kWh, D. 1000 kWh. Answer A. 30 kWh. ഞാൻ ലെവൽ 3യുടെ ജസ്റ്റ് നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി ഒറിജിനൽ ആയിട്ടുള്ള ആൻസർ ഒന്ന് വീഡിയോയിൽ കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്യാമറയുടെ ക്ലാരിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിത് എന്തുമാത്രം പറഞ്ഞൊപ്പിക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പില്ല. ഞാൻ ലെവൽ 3യുടെ ആൻസർ ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. ഇതാണ് ലെവൽ 3യിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ ഫസ്റ്റിന് ആൻസർ കാണിച്ചിരുന്നു. അതായത് ഇത് കംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിക്കങ്ങ് ആൻസർ വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ. 8 മുതലാണ് നമുക്ക് നോക്കേണ്ടത്. ഇതൊക്കെ ഫിഗറാണ്. ഇതൊക്കെ ഫിഗർ നോക്കിക്കൊണ്ട് എന്താ പറയുക, ആൻസർ ചെയ്യുന്നൊരു മെത്തേഡാണ്. Then a circular loop of wire is rotated at a constant angular speed about an axis that makes an angle Q with a constant magnetic field as shown in figure. The EMF induced in the coil will be 0 at all times if A. Q equals 0, B. Q equal 90 degree, C. Q equal 45 degree, D. will never be 0. Answer A. Q equal 0. ഈ ഫിഗറും ഒന്ന് ശ്രദ്ധിക്കുക. ബി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. A magnetic field does not
interact with A. Stationary charge, B. Motive charge, C. Stationary permanent magnets, D. Moving permanent magnets. Answer A. Stationary charge. A mass M is pushed up an inclined plane that makes an angle Q with the horizontal as shown in figure. At the top of the inclined plane, the speed of the masses is V. The masses started from rest and the plane is frictionless. The work done is A. mgl cos Q, A. mgl cos Q, B. mgl cos Q plus 1/2 me square, C. mgl sin Q, D. mgl sin Q plus 1/2 me square. Answer D. mgl sin Q plus 1/2 me square. ഞാൻ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം. ക്ലാസ് സൈലന്റ് ആയി പോവും എന്ന് വിചാരിച്ചിട്ട് ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ല. തീരെ സൈലന്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നത്. ഒക്കെ ഫിഗർ തന്നെയാണ് ഈ വരുന്നതെല്ലാം. 27 ഫിഗർ തന്നെയാണ്. ക്യാമറ ക്ലാരിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാതെ ദയവേത്. $35 36 ഫിഗർ തന്നെയാണ്. $38 43 45 46 ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അപ്പോൾ എന്താ പറയുക, നമുക്കിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലാത്തതിന് ദയവേത് ക്ഷമിക്കുക. എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആൻസേഴ്സ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ലെവൽ 3 49 മുതലാണ് പറയാനുള്ളത്. അപ്പോൾ 45 46 47 48 വരെയൊക്കെ നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ
കാണിച്ചിട്ടുണ്ട്. 49 മുതൽ നമുക്കിനി തുടങ്ങണം ലെവൽ 3യിൽ. അതപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ജനറൽ സയൻസ് ഫിസിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 3യുടെ ബാലൻസ് ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാൻ വേണമെങ്കിൽ, ഏതായാലും നമ്മളെല്ലാ വീഡിയോയിലും അടുത്ത വീഡിയോയിലുള്ള ടോപ്പിക്സും അങ്ങനെ പറയാറുള്ളതാണ്. അതുപോലെ തന്നെ ചെയ്യാം. ഏതായാലും ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക കുറവ് വേണ്ട. ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ അവസാനിപ്പിക്കാന്ന് വെച്ചാൽ. എന്നാലും നമുക്ക് പറഞ്ഞ് ലെവൽ 4 കൂടി ഉള്ളു പറയാൻ. അതോടുകൂടി ഏകദേശം ജനറൽ സയൻസ് ഫിസിക്സ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടക്കം എല്ലാം അവസാനിക്കുകയാണ്. പുതിയ ചാപ്റ്ററാണ് പിന്നെ തുടങ്ങുന്നത്. ഇവിടെ തൊട്ടാണ് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാനുള്ളത്. ഇത് ലെവൽ 3യുടെ ബാലൻസ് ഭാഗമാണിത്. നമ്മളെല്ലാ വീഡിയോയിലും അടുത്ത ഭാഗത്തുള്ളത് പറയാറുണ്ട്. സാധാരണ ഇങ്ങനത്തെ വീഡിയോയിൽ ഞാൻ പറയാറില്ല, കാരണം അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയതുകൊണ്ട്. എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ അത് ഉപകാരം ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു അവസ്ഥ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് മുഴുവനൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ സമയം ഒരുപാട് പോകും. ഇതിപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുമല്ലോ. എന്തായാലും 17 ക്വസ്റ്റ്യനൊക്കെ ഫിഗറാണ്. ഇനി നമുക്ക് ലെവൽ 4 എന്ന് പറഞ്ഞിട്ടൊരു എന്ന് വെച്ചാൽ നമ്മൾ 74 കഴിഞ്ഞതിന് ശേഷം പിന്നെയും വരുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പം അത് നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ നേരിട്ട് ലെവൽ 4 കൂടി കാണിച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം. ഇനിയും ഇതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ കുറെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് 124. എന്തായാലും നമ്മൾ ലെവൽ 4 ആണ് ആഗ്രഹിക്കുന്നത് പറയാൻ. ലെവൽ 4 ഈ മോഡലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിന് സെലക്ട് ചെയ്യാനാണ്. A ആണെങ്കിൽ A, C ആണെങ്കിൽ C. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ വരുന്നത്. മൊത്തം 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 25 ക്വസ്റ്റ്യൻസ് ലെവൽ 4ൽ. ഇതോടുകൂടി അവസാനിക്കാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റിന്റെ ആൻസർ ആണ്. ജസ്റ്റ് ഏതായാലും നമ്മൾ ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി ഒരു പ്രാവശ്യം കൂടി കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒറിജിനൽ ആൻസർ ഒരിക്കൽ കൂടി വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ലെവൽ 4 വരെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം അതിൽ ക്വസ്റ്റ്യൻസ് ഇല്ല, ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തുന്നത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ക്യാമറ ക്ലാരിറ്റി ഒന്നും ഇല്ല, എന്നാലും നമ്മൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കാം. ലെവൽ 1 ലെവൽ 2 ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ ആൻസർ നമ്മൾ കാണിച്ചിരുന്നു തുടങ്ങിയപ്പോഴും എല്ലാം ഒക്കെ. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നു തോന്നുന്നു. ലെവൽ 2 ഒക്കെ ആൻസർ. ലെവൽ 3യുടെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലെവൽ 4 നമ്മൾ പിന്നെ കാര്യമായിട്ടൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മൾ എടുത്തു പോയുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കൂടിയും ഇത് പറഞ്ഞിട്ട് നമ്മളൊക്കെ എല്ലാം അവസാനിപ്പിക്കുകയാണ്. ജനറൽ സയൻസ് ഫിസിക്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതോടുകൂടി അവസാനത്തിലെത്താണ്. പിന്നെ നമ്മളതൊരു ക്ലാസ് ആയിട്ടല്ല ചെയ്തത്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ
കുറച്ച് ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, എല്ലാത്തിനും നമ്മൾ ക്ഷമ ചോദിക്കാറുണ്ട്. അപ്പൊ തന്നെ നമ്മൾ ഇവിടെയും പറയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ദയവായി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തതിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ കാര്യവും നിങ്ങൾ ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഈ വീഡിയോ ഉപകരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.